വെള്ളം കുടിക്കുന്നത് അത് 100% കള്ളമുടിയാണെന്ന് 10,000-ങ്ങൾക്ക് മുമ്പിൽ പ്രദർശനത്തിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ബോധ്യപ്പെടുത്തിയിട്ടും പിന്നെയും പ്രവാചക തിരുമേനിയുടെ പേരിൽ പച്ചക്കള്ളം വിളിച്ചു പറയുന്ന നെറികെട്ട കാന്തപുരം വിഭാഗത്തിന്റെ ചെയ്തികൾക്കെതിരെ കേരളക്കരയിൽ പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ ഉയർത്തിക്കൊണ്ട് SKSFന്റെ ആദർശ വിശദീകരണ സമ്മേളനം സംഗമം നാളെ വൈകുന്നേരം 6:30 നമ്മുടെ സമീപ പ്രദേശമായ പുൽപ്പറ്റയിൽ നടത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കള്ളമുടി വീരന്മാരുടെ കൂടാരം വിട്ടുകൊണ്ട് സമസ്തയിലേക്ക് കടന്നുവന്ന പ്രഗത്ഭരായ ഇസ്മായിൽ സഖാഫി തൊട്ടുമുഖം, വിഘടിതന്മാരുടെ അന്ധഫലങ്ങളെ നിലകൊള്ളിക്കുന്ന ഹസൻ സഖാഫി പൂക്കോട്ടൂരങ്ങനെ ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നാളെ വൈകുന്നേരം പുൽപ്പറ്റയിൽ പ്രസംഗിക്കുകയാണ്. കാന്തപുരം മുസ്ലിയാരും ഒരു പണ്ഡിതനല്ലേ എന്ന് ചോദിക്കുന്നു. സാധാരണക്കാരുടെ ചോദ്യങ്ങൾ കാന്തപുരം മുസ്ലിയാർ ഒരു പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾക്കൊക്കെയും മറുപടിയേറ്റിക്കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന, ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുമായി നാളെ വൈകുന്നേരം പുൽപ്പറ്റയിൽ SKSFന്റെ ആദർശ വിശദീകരണ സമ്മേളനം അരങ്ങേറുകയാണ്. പട്ടാപകലിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തട്ടുകുത്തിയ കൂരിരുട്ടാണെന്ന് തട്ടിവിടുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവുകൾ കാന്തപുരം മുസ്ലിയാരുടെ തൊള്ളയിലൂടെ വിശ്വസിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ കാണുവാൻ വേണ്ടി മുഴുവൻ വിഘടിതന്മാരെയും നാളെ വൈകുന്നേരം 6 മണിക്ക് പുൽപ്പറ്റയിലേക്ക് SKSFന്റെ ആദർശ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാന്തപുരം വിഭാഗത്തിന്റെ മുടിക്കുതന്ത്രങ്ങളിൽ മനമെടുത്തുകൊണ്ട് സമസ്തയിലേക്ക് കടന്നുവന്ന പ്രവാചക തിരുമേനിയെ, പ്രവാചകൻ കാന്തപുരം വിഭാഗത്തിനെ ചവിട്ടി മാറ്റിക്കൊണ്ട് സമസ്തയിലേക്ക് കടന്നുവന്ന ഒട്ടേറെ പ്രഗത്ഭരായ സഖാഫിമാർ നാളെ വൈകുന്നേരം ഉൾപ്പെട്ടയിൽ SKSFന്റെ ആദർശ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. വിളിച്ചു പറയുന്ന കാന്തപുരം വിഭാഗം 6 കൊല്ലം ആദർശത്തിൽ കയറാതെ മുടിവെട്ടാതെ നടന്നവരെ പോലെയായിരുന്നു നബി തിരുമേനി എന്ന് പറയും. നബി തിരുമേനിയുടെ നെഞ്ചിലേക്ക് തൂങ്ങി വളർന്നു നബിക്കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് ഓയിൽ പരിമളയും ചില സഖാഫിമാരും നബി തിരുമേനിയുടെ ദേശത്ത് പറഞ്ഞത് വഫാത്തിന് ശേഷമാണെന്ന് പറയും. അങ്ങനെ സഹിക്കുന്നവരില്ലാതിരുന്ന തനക്ക് വിളിക്കാതെ വിന്യാസം വിളിച്ചു പറയുന്നത് ഈ ഭൂമിയിൽ കാന്തപുരം അതുമണിയാണ്. കാന്തപുരത്തെ ആനങ്ങാപ്പുഴയിൽ അതിനോട് ചോദിച്ചിട്ടാണ് പടച്ച തമ്പുരാൻ ഭൂമിയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന് വിളിച്ചു പറയും. ഉളുപ്പില്ലാത്ത കാന്തപുരം സുന്നികളുടെ വീഡിയോ ദൃശ്യങ്ങൾ നാളെ വൈകുന്നേരം പുൽപ്പറ്റയിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു അവശബ്ദങ്ങളിലേക്കും ശ്രദ്ധിക്കുകയോ ആരുമായി ഒരു സംസാരത്തിൽ നിൽക്കുകയോ ചെയ്യുന്നതിന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ആരുമായും ഒരു സംസാരത്തിലും ഒരു അവശബ്ദത്തിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മൾ അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. നമ്മുടെ പരിപാടി ജനതയിലേക്ക് അനുകൂലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരെ മനസ്സിലാക്കുക.